ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗുഡ് ഈവനിംഗ് ഒക്കെ ആയിട്ടുണ്ടാവും, പക്ഷേ എനിക്കിപ്പോഴാണ് ഗുഡ് മോർണിംഗ് ആയത്. ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും ഞാൻ ഇന്നലെയാണ് നമ്മുടെ ഗിവ് അവേയുടെ റിസൾട്ട് ഇടുന്നു പറഞ്ഞു. ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോ ഒക്കെ സെറ്റ് ആയിരുന്നു, ഒരു 70% ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് എമർജൻസീസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെ പോസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഗിവ് അവേ റിസൾട്ട് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കഴിയുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഓക്കെയാണ്. അപ്പോൾ ഇന്ന് ഗിവ് അവേ അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ 5 വിന്നേഴ്സ് ആണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും വീഡിയോസൊക്കെ ഇടല്ലേ, അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. അത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. പാലെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ചെറിയൊരു സ്കിൻ കെയർ, ടോണർ, ലിപ് ബാം, ഇത് രണ്ടാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ. ഒരുപാട് നേരം ഫോൺ കളിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിന് ഒരു ക്രീമും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്യാപുച്ചിനോ ഉണ്ടാക്കാമെന്ന് വെച്ചു. ആക്ച്വലി ഞാൻ അത്ര ടീ ഫാനോ കോഫി ഫാനോ ഒന്നും അല്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കല്ലേ, പിന്നെ ഇതുണ്ടാക്കുന്ന എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഓൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ഇന്ന് രാവിലെ ഇവിടെ പുട്ടായിരുന്നു. പുട്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സംഭവമല്ല, പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിപ്പോൾ ഈവൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലോ ഇങ്ങനെ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണ്ട. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമാണ്. അപ്പോൾ എന്തായാലും അവളുടെ കോഫി ക്യാപ്ചിൻ ഇതെന്താ സംഭവം എന്ന് അവൾക്ക് തന്നെ അറിയില്ല. എന്തായാലും അത് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിലിപ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പറയും, അങ്ങനെയുള്ളൂ. എന്തേലുമൊക്കെ പറയണമല്ലോ. പിന്നെ എനിക്ക് മാത്രമല്ല, ഇവിടെ ഓക്കും, അതായത് എൻ്റെ സിസ്റ്ററിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാനും ആ ഒരു കോഫി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഓളും സൈഡിൽ കൂടെ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന എന്തെങ്കിലും ക്രാഫ്റ്റ് കാര്യം ഓള് സേവ് ചെയ്തിട്ട് ഓളത് ചെയ്യും. പിന്നെ ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ എടുക്കുന്ന സെയിം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഓളും വീഡിയോ എടുക്കും. ഞാൻ പറയും ബാക്ക്ഗ്രൗണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചൂടെ, പക്ഷെ ഓളത് ചെയ്യൂല. ഓൾ അങ്ങനെയാണ്. പിന്നെ ഓളോട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ബിക്കോസ് എൻ്റെ അല്ലേ സിസ്റ്റർ. നിങ്ങളെ വീട്ടിലുണ്ടോ ഗൈസ് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ? പിന്നെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സംഭവം എന്താ പറയുക, ഒരു ഹേർട്ട്. എന്നിട്ട് ഇങ്ങനെ അത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് ഹേർട്ട് ഇങ്ങനെ പൊന്തി വരണം. അതാണ് എൻ്റെ ലക്ഷ്യം. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ രീതിയിലല്ല, കുറച്ചൊക്കെ മണ്ടത്തരങ്ങൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയെന്ന് വെച്ചാൽ, വലിയ കാര്യത്തിൽ ഞാനിങ്ങനെ മടക്കുന്നതും തിരിക്കുന്നതും ഒക്കെ ക്യാമറയിൽ കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്തെത്തുന്ന സമയത്ത് മെയിനായിട്ട് വേറൊരു സംഭവം, ഇങ്ങോട്ട് മടക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിൽ. അതെത്തുന്ന സമയത്ത് ഞാൻ ക്യാമറേൻ്റെ ബാക്കിലിരുന്ന് കൊണ്ട് ഇതൊക്കെ മടക്കിയിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ വിചാരം അതൊക്കെ ക്യാമറയിൽ പെട്ടിട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഈ ക്ലിപ്പ് എവിടെയെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ ഫുള്ള് തപ്പി നടക്കിയിരുന്നു. ക്ലിപ്പൊക്കെ കയ്യിൽ സേഫാണ്, പക്ഷേ ഈ ഒരു മടക്കണ സാധനം അതിൽ പെട്ടില്ല. അതാണ് പ്രശ്നം. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട്. ഒരു 5-6 അബദ്ധം ആർക്കായാലും പറ്റുമല്ലോ. എനിവേ, നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം മനസ്സിലാക്കില്ലെങ്കിൽ നമുക്കത് ചെയ്യാം. നമുക്കത് ഷോർട്സ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യാം. സംഭവം ഈസിയാണ്, പക്ഷെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടൊക്കെ ഞാൻ ഒഴിവാക്കി എന്നുള്ളതുള്ളൂ. ഡോണ്ട് വറി, നമ്മൾ ചെയ്തിരിക്കും. ഇപ്പം മദേഴ്സ് ഡേക്കല്ലേ കഴിഞ്ഞത്, അപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണത്. പിന്നെ ഈ മദേഴ്സ് ഡേക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. മദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമല്ലോ, നമ്മളെ മദറല്ലേ. എല്ലാ ദിവസവും നമുക്ക് മദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാമല്ലോ. എങ്ങനെയുണ്ട്? അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാറുള്ളൂ. എന്താ അറിയില്ല, അതായിട്ട് ശീലമായി. ആ കാർഡ്ബോർഡ് ഇപ്പോൾ ഇങ്ങനെ ഹേർട്ടിൻ്റെ ഷേപ്പായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ആ ക്ലിപ്പ് ഞാൻ അതിൻ്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് ഹേർട്ടിൻ്റെ ഷേപ്പ് ആക്കണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പൊട്ടത്തരം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഹേർട്ട് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് ചോപ്പ് ഹേർട്ട് ഇങ്ങനെ പൊന്തി വരണമെന്ന്. ആ കുഞ്ഞ് ഹേർട്ടാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. അതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുക. ആ ഹേർട്ടിൻ്റെ വാല്, അതായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് വലുതാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോഴേ അതിങ്ങനെ നേരെ പൊന്തി നിൽക്കുള്ളൂ. ഇത്ര വരെയാണ് ഇതിൻ്റെ സംഭവം. പക്ഷെ ഇത്ര വരെ ഉണ്ടാക്കിയിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ഞാൻ അതിന് 2 ചിറകും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പറക്കട്ടെ അങ്ങോട്ട്. അങ്ങനെ ഞാൻ 2 ചിറകും കൂടെ ഇങ്ങനത്തെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് 2 സൈഡിലും വെച്ച് കൊടുത്തു. മിക്കവാറും ഞാൻ എൻ്റെ ഫോൺ എടുത്ത് കണ്ട് ആ കോഴിക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാനൊന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് വരും. വല്ലാതെ കിടന്ന് ശബ്ദം ഉണ്ടാക്കി എടുത്ത് ശവായിയാക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പം നമ്മുടെ ഹേർട്ട് മുടുക്കിനായി. ഇനി ഞാനത് തുറന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്. ഇതാണ് സംഭവം. ആൻഡ് ബൈ ദ ബൈ, നമുക്കിനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവത്തിലേക്ക് വരാം. ഒരു 1Kയിലധികം കമൻസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. പിന്നെ ഇതിൽ ഓരോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത് ഞാനാട്ടോ. പിന്നെ ആരെ സെലക്ട് ചെയ്യുക?
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറായിട്ട് വന്നിട്ടുള്ളത് റിയ മുജീബാണ്. കൺഗ്രാജുലേഷൻ റിയ. നമ്മൾ ഫസ്റ്റ് വിന്നറിന് ലാമ്പായിരുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും റിയയുടെ ഒരു കമൻറ്റ് എപ്പോഴും ഉണ്ടാവും. ഞാൻ ആളെ എപ്പോഴും നോട്ട് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ എൻ്റെ പേര് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് വിന്നറായിട്ട് റിയാണ് വന്നുള്ളത്. കൺഗ്രാജുലേഷൻ റിയ. ദെൻ നമ്മുടെ സെക്കൻഡ് വിന്നർ വന്നിട്ട് ആര്യ KR ആണ്. സെക്കൻഡ് പ്രൈസായിട്ട് നമ്മൾ പറഞ്ഞത് ആ ഒരു സ്കൂൾ കിറ്റായിരുന്നു. ദെൻ നമ്മുടെ സെക്കൻഡ് വിന്നർ വരുന്നത് ആര്യ KR ആണ്. സോ കൺഗ്രാജുലേഷൻ ആര്യ. ദെൻ നമ്മുടെ തേർഡ് വിന്നറായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് തനുവിനെയാണ്. കൺഗ്രാജുലേഷൻ തനു. പിന്നെ നമ്മുടെ ഫിഫ്ത്ത് വിന്നറായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കമ്പീലൻ എൻ്റർപ്രൈസസ് ആണ്. അതെന്നല്ലേ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, എനിവേ കൺഗ്രാജുലേഷൻ. ദെൻ നമ്മുടെ ലാസ്റ്റ് വിന്നർ വന്നിട്ട് അഭിരാമിയാണ്. അഭിരാമി കൺഗ്രാജുലേഷൻ. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും നമ്മളൊരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യും. നിങ്ങൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. നമ്മൾ ഇനിയും ഗിവ് അവേസ് എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അന്നും നമുക്ക് അത്യാവശ്യം വലിയ ഹ്യൂജ് ഗിവ് അവേ ആയിട്ട് തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ വിന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട. പിന്നെ വിന്നേഴ്സിൻ്റെ കമൻസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഞാനിങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ വിന്നേഴ്സ് ആയിട്ടുള്ള 5 പേരും കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐഡിയും ഇൻസ്റ്റയുടെ പേജും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇമെയിൽ ത്രൂ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.